ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ പറവൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് AICC മെമ്പർ KP ധനപാലൻ പറവൂർ നമ്പൂതിരിച്ചൻ അലിനു സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത്തവണ 20 സീറ്റിൽ കഴിഞ്ഞ തവണ 19 സീറ്റിൽ ഇത്തവണ നമ്മുടെ ലക്ഷ്യം 20 സീറ്റിൽ ജയിക്കണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്സരത്തിൽ രംഗത്ത് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ചർച്ച ചെയ്തു. ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പ്? അങ്ങനെ NDA-യും UDF-ഉം തമ്മിലുള്ള ബന്ധത്തിൽ തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അഹങ്കാരത്തോട് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റെടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ LDF ഗവൺമെന്റിന്റെ വിധിയെഴുതിയ തെരഞ്ഞെടുപ്പായിരുന്നു. 19 നിയോജകമണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി ജയിക്കുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പാർലമെന്റ് എല്ലാവർക്കും ഉറ്റുനോക്കുന്ന ഒരു നിയമനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എല്ലാ സ്ഥലത്തുമുള്ള ചർച്ച അത് എറണാകുളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. UDF ചെയർമാൻ PS രഞ്ജിത്ത് അധ്യക്ഷനായി. MT ജയൻ, KA അഗസ്റ്റിൻ, MS റെജി, KK അബ്ദുള്ള, ഫ്രാൻസിസ് വലിയപറമ്പിൽ, MJ രാജു, ഡെന്നി തോമസ്, രമേശ് D കുറുപ്പ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.